ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കാരൻ. പിറന്നാളെല്ലാം എന്ത് ചെയ്യുന്നേ? ഡയറി എഴുതുന്നത്. ആ, നല്ല മോൻ. നാളെ സ്കൂളിൽ പോകണം അല്ലേ? വേഗം എഴുതിക്കോ ഡയറി. ഇന്നത്തെ ഡയറി എഴുതണ്ടേ? വൈകുന്നേരം എഴുതും അല്ല ഇന്നത്തെ ഡയറി? എന്തക്ഷരടാ? അതെന്തക്ഷരടാ? അതെന്തക്ഷരടാ? ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എനിക്ക്. അതെന്തക്ഷരം ഞാൻ വായിക്കലാ. ഇതാണ് ഷാ. അവന്റെ രാജേഷ് മാഷ കണ്ടു. പിന്നെ ഉച്ചവരെയുള്ള കാര്യം. എന്തക്ഷരം വസു? ഷാൻ ഇങ്ങനെ ഇതില് ഷാ എന്താ ഡിസ്കോ ഡാൻസ് കളിക്കുന്നുണ്ടാ? ഒന്ന് മാറ്റി എഴുതിയേ നോക്കട്ടെ. വെരി ഗുഡ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്നു കേട്ടോ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തന്നെ ഹസ്ബൻഡ് കൊണ്ടുവിട്ടു. അപ്പോൾ ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോകും, ജോലിക്ക് പോകും. അപ്പോൾ അകത്ത് ചേച്ചിയും ഏട്ടനും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ബിരിയാണി. പിന്നെ അതിനല്ല ജസ്റ്റ് കുട്ടികളുടെ സന്തോഷം. പിന്നെ അമ്മക്ക് സുഖമില്ല, അമ്മ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട് അമ്മയുടെ അടുത്ത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നതാണ്. ഇവരും അങ്ങോട്ട് അവിടെ തന്നെ ഉണ്ടായത്. ഇപ്പോൾ സ്കൂളിൽ പോയതുകൊണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട്. പിന്നെ ബർത്ത്ഡേ അങ്ങനെ ഒന്നും ഇതാക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ കുറച്ച് ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നുമില്ലാന്ന് പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ സർപ്രൈസ് കൊടുത്തു. ചെറിയൊരു ഗിഫ്റ്റ് എല്ലാം മേടിച്ച് ഞാനിന്ന് രാവിലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ കാണിച്ചു തരാം. ഡയറി ചെയ്ത് അപ്പോൾ ഏട്ടനും ചേച്ചിയും ബിരിയാണി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഡയറി ചെയ്ത് ഞാനൊന്ന് അവരെ കാണിക്കാം കേട്ടോ. അവർ രണ്ടാളും കൂട്ടി ബിരിയാണി സെറ്റാക്കുന്നത്. കമോൺ കുഞ്ഞാ, ഇത് ഫുള്ളാക്ക്. ഏട്ടൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഏട്ടനാന്ന് കേട്ടോ നല്ല ബിരിയാണി സെറ്റാക്കുന്നത്. ബിരിയാണി നല്ല രീതിയിലാക്കും. അപ്പോൾ ആക്കുന്നത് ഇതുപോലെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രിപ്പറേഷനല്ലേ ഉള്ളൂ. പക്ഷെ അത് അടിപൊളിയായിട്ട് ആക്കും കേട്ടോ. പെട്ടെന്ന് ഞാൻ വരുന്നതെന്ന് അറിഞ്ഞിട്ടാകുമ്പോഴാണ് കേട്ടോ ബിരിയാണിയുടെ ആ ഇതല്ലേ ഇവർ തുടങ്ങിയത്. ഇല്ലാതെ ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ അമ്മക്ക് ഓക്കെ കുഴപ്പമില്ല എന്നുള്ളതെല്ലാം അറിഞ്ഞതിന് ശേഷം പിന്നെ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സാധാരണ ഗ്രാമ്പൂ, കറുവപ്പട്ട അങ്ങനത്തെ ഒരു ഐറ്റംസ് ഇല്ലേ, ഇത് ഉണ്ടായിട്ടില്ല. അപ്പോൾ കുഞ്ഞി ചേച്ചിയുടെ മൂത്ത കുട്ടി വാങ്ങാൻ പോയതാണ് കേട്ടോ. കുഞ്ഞൂട്ടം വാങ്ങാൻ പോകുന്നതാണ്. ഇവിടെ കല്ലെല്ലാം ഇറക്കിയിട്ട് കാണുന്നത് ചേച്ചിക്ക് വീട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവർ ഇപ്പോഴാണ് കേട്ടോ ഒരു ചെറിയൊരു വീട് കെട്ടിയിട്ട് ഇവിടെ താമസാക്കിയത്. പിന്നെ മുട്ടിയിട്ട് തന്നെയാണ് പുതിയ വീടും കെട്ടുന്നിട്ടുള്ളത്. ഇതെല്ലാം ഫുഡെല്ലാം ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ലേ. ആ ഒരു ടൈമിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വസുവിന് കിട്ടിയ ഒരു അങ്കിൾ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു, 2 കിറ്റ്കാറ്റിൻ്റെ ഒരു ചോക്ലേറ്റ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു. അപ്പോൾ 4 പേർക്കും കൃത്യം ഉണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യുമ്പോൾ അതും കഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റിൽ ഒരുപാട് ചോക്ലേറ്റ് തന്നെ ആട്ടോ ഉള്ളത്. അപ്പോഴത്തേക്ക് കേക്ക് വന്നു കേട്ടോ. അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടി ചേച്ചി അങ്ങോട്ട് പോയതാണ്. ഓർഡർ ചെയ്തെടുക്കല്ലേ ചേച്ചി കേക്കും കൊണ്ട് വന്നതാണ് കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ ബലൂൺ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേറെ ആൾക്കാരെ പണികളൊന്നും ഇല്ല. അപ്പോൾ ബലൂൺ ഒന്ന് ഇങ്ങനെ ഊതി വീർപ്പിച്ച് അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും ചേച്ചിയെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വർത്താനം പറയലും കാര്യങ്ങളെല്ലാം ആയിരുന്നു കേട്ടോ. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കാണലല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു ഒരു എന്തൊക്കെയോ പറയാനുള്ള ഓരോരോ നിമിഷങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ സമയം ഇങ്ങനെ വേഗം പോകും. രാവിലെ ഞാൻ ഒരു 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് വിടും കേട്ടോ. പിന്നെ ഇനി കാണുന്നത് അടുത്ത വിശേഷ ദിവസങ്ങളിലോ കുട്ടികൾക്ക് സ്കൂളിലടക്കുന്ന ടൈമിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ഇരുത്താണ് കേട്ടോ ഇത്. എനിക്ക് ബിരിയാണി കഴിക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ കട്ടൻ ചായ കുടിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4 മണിയെല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കാണുന്നില്ലല്ലോ, അങ്ങനെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വസുക്കുട്ടനെ കൊണ്ട് ഡയറി എഴുതിപ്പിച്ചു. ഓരോരോ സൂത്രപ്പണികളെല്ലാം പറഞ്ഞ് അങ്ങനെ എഴുതിപ്പിച്ചു. 3 ദിവസത്തെ ഡയറി എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ വിചാരിച്ചാൽ നടക്കും, നീ ഒന്ന് പറഞ്ഞ് എഴുതിപ്പിക്കുന്നു. അപ്പോൾ അവനെ കൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ നിൽക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റത്തെ ഇത് എന്തെന്ന് വെച്ചാൽ കടവത്തേക്ക് പോകണം എന്നുള്ള ഒരു ഇതായിരുന്നു. ചേച്ചി കുറച്ച് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കടവത്ത് പോകാമെന്ന് പറഞ്ഞു. ഡയറി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു ഗെയ്സ്. അപ്പോൾ പിന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേച്ചിയുടെ അയൽക്കാരി അവിടെ പച്ചക്കറിക്കെല്ലാം വെള്ളയിക്കുന്നുണ്ടായിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ മാങ്ങ നമ്മുടെ കുഞ്ഞിക്കുട്ടന് കൊടുത്തു കേട്ടോ, അവിടുത്തെ ഒരു അങ്കിള്. അപ്പോൾ അങ്ങനെ അവനത് കൊടുത്തു. അപ്പോൾ ഞാൻ അവരെന്നോട് ഇങ്ങനെ ഓരോരോ എപ്പോൾ വന്നത് അങ്ങനെയെല്ലാം ചോദിക്കായിരുന്നു. കാരണം ഞാൻ വിരൽ അങ്ങനെ കുറവാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ അങ്ങനെ ചോദിച്ചാന്ന് കേട്ടോ.
അപ്പം നമ്മൾ കടവത്തേക്ക് പുറപ്പെട്ടു. ചേച്ചി വയ്യേന്ന് വരാമെന്ന് പറഞ്ഞു, നമ്മളോട് നടക്കാൻ പറഞ്ഞു, കാരണം ലേറ്റ് ആവുന്നതല്ലേ. അപ്പോൾ കേക്ക് മുറിക്കേണ്ട ടൈമെല്ലാം ആയിട്ടുണ്ട്, അപ്പുറത്തുനിന്ന് കുട്ടികൾ വരാനുണ്ട്, അവരൊക്കെ വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു കേട്ടോ. അങ്ങനെ അധികം അങ്ങനെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ ഒരു സൈഡിൽ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വേഗം പോയി. അപ്പോൾ പോകുന്ന പോക്കിൽ ഒരാൾ ഭയങ്കര സെൽഫി സ്റ്റിക്കെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ശരിക്കും വീഡിയോ ഓണാന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നടക്കുന്നതാണ് കേട്ടോ കുഞ്ഞി. അങ്ങനെ നമ്മൾ കടവത്തേക്ക് എത്തി. ഇവിടെ നല്ല കാറ്റ്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചേച്ചിയുടെ ഹസ്ബൻഡിനാണ് അങ്ങനെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കല്ലുമ്മക്കായ കിട്ടും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുരു എന്ന് പറയും ആ സംഭവമില്ലേ, അത് കിട്ടും. ഒരാൾ ഭയങ്കരമായിട്ട് രണ്ടാളുടെ കയ്യിലും ഫോൺ ഉണ്ട് കേട്ടോ. എൻ്റെ മറ്റേ കമ്പനി ഫോൺ അവൻ്റെ കുഞ്ഞൂട്ടൻ്റെ കയ്യിലുണ്ട്, മറ്റു ചേച്ചിയുടെ ഫോൺ ചെറിയോൻ്റെ കയ്യുമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നിട്ട് അതുപോലെ എടുക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി സംഭവം. അതിൽ നിന്ന് മുള്ള് കൊണ്ടതാണ് കേട്ടോ, എൻ്റെ കൈക്കും കൊണ്ടു കുഞ്ഞുൻ്റെ കൈക്കും കൊണ്ടു. അപ്പോൾ നമ്മൾ അത് കാര്യമായിട്ട് നോക്കുന്നുണ്ടായേട്ടാ. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ കുറച്ചിങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ ഓള് വേഗം വന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആരും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ ചേച്ചിയുടെ വീട് ഏകദേശം വേഗം തന്നെ കിട്ടും. അപ്പോൾ കെട്ടിയ സമയത്ത് ഹോം ടൂർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ പിന്നെ നിൽക്കുന്ന വീട് സാധാരണ ഒരു റൂമാണ്, അതായത് ഒരു 2 ചെറിയൊരു മുറിയും പിന്നെ ഒരു ഹാള് പോലെയും പിന്നെ ഒരു അടുക്കളയാണ് കേട്ടോ. പിന്നെ അവർ വീട് അടുത്ത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കോല അങ്ങലാണല്ലോ, അപ്പോൾ പിന്നെ ആ വീടിൻ്റെ ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ മുള്ളു കൊണ്ടിട്ട് ഞാനിങ്ങനെ കൈയെല്ലാം ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഷ്ടകാലത്തിന് വന്നത് എന്നുള്ള എന്നെ തമാശക്ക് പറയുമ്പോൾ കുഞ്ഞോള് ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങ് തങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മുമ്പിൽ പോന്ന്. ഇവർക്ക് പിന്നെ അധികം വന്നിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അധികം വന്നിട്ട് ഇങ്ങനെ പരിചയം ഉണ്ടല്ലോ, ഓരോരോ നിന്ന പ്ലേസും കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ കുഞ്ഞ് വന്നിട്ട് അങ്ങനെ നിന്നു. പിന്നെ അവൻ്റെ കയ്യിൽ എന്തോ ഒരു ടോയ്സ് പോലത്തെ ഉണ്ട് കേട്ടോ, അങ്ങനെ വെള്ളത്തിലേക്ക് ഓൾറെഡി അവൻ്റെ കയ്യിലുള്ള ചൂണ്ടയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മീനുണ്ട്. ആ മീനിനെ തന്നെ പുഴയിലേക്ക് ഇട്ടിട്ട് മീൻ കിട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ, ഇത് വേറൊന്നുമല്ല, ഇത് കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയുള്ള ഒരു സംഭവം തന്നെയാണ്, മുരുവാണ് കേട്ടോ. ഇതിപ്പോൾ ഏട്ടനെല്ലാണെങ്കിൽ അപ്പോൾ സൺസെറ്റ് നോക്കിയായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ ഏട്ടനെല്ലാണെങ്കിൽ ആ മുരു അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കും. കാരണം അവരെല്ലാം എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണല്ലോ, അവർക്കെല്ലാം അത് എടുക്കാൻ പറ്റും, കൈമുറില്ല. പക്ഷെ നമ്മളാരും തൊട്ടുപോയ ബ്ലേഡ് മുറിയുന്ന പോലെ മുറിയും കേട്ടോ. നമ്മൾ കുറേ സമയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് വിടലായി. അവിടെ അവർ പിള്ളേരെല്ലാം എത്തി വന്നിട്ട് ഏട്ടൻ വിളിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ കുഞ്ഞൂട്ടൻ്റെ ഫ്രണ്ട്സിനെല്ലാം വഴിയിൽ വെച്ചിട്ട് കണ്ടു, അവർ സൈക്കിൾ സവാരി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ കാര്യമായിട്ട് സെൽഫി സ്റ്റിക്ക് എടുത്ത് വീഡിയോയിൽ എടുത്തിട്ട് പോകുന്നുണ്ട്, എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ക്യാമറ ഓണാണോ എന്ന് തന്നെ സംശയമാണ് കേട്ടോ. ചില സമയത്ത് നോക്കുമ്പോൾ ക്യാമറ ഓണായിട്ട് പോലും ഇല്ല, പക്ഷേ ഇങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ട് നടപ്പുണ്ട് കേട്ടോ. ഈ ബർത്ത്ഡേക്കാരൻ്റെ ഒരു കാര്യം ഭയങ്കര കോമഡി തന്നെ കേട്ടോ. കുട്ടികൾ കളിച്ചിട്ട് എല്ലാതാക്കിയിട്ട് വരണത്രേ. അപ്പോൾ നമ്മുടെ വസുക്കുട്ടൻ്റെ അച്ചമ്മ അങ്ങോട്ട് നേരത്തെ എത്തി. അപ്പം ഞാൻ അച്ചമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയും, അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇടയ്ക്ക് കേക്കെല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ അവന് കിട്ടിയ ഗിഫ്റ്റും എല്ലാം എടുത്തു വെച്ചു. മെയിനായിട്ട് ഏട്ടനും ഞാനുമാണ് ഗിഫ്റ്റ് കൊടുത്തത്. അച്ഛനമ്മയും കേക്കും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും ഓരോരോ തട്ടിക്കൂട്ടി ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ വലിയ അലങ്കാരപ്പണികളൊന്നുമില്ല, അവിടെ എവിടെ ആയിട്ട് ബാലൂൺ പൊറിപ്പിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ കേക്ക് കൊടുക്കൽ പരിപാടി തുടങ്ങി. പിന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ നിർത്തിയിട്ടോ.